ഹലോ, ഇന്നൊരു പർച്ചേസിങ് ഡേ ആണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. വിച്ചു ഋതു ഒക്കെ ഉണ്ട്. ചേലക്കരയ്ക്കാണ് പോണത്. വിച്ചുവിൻ്റെ ചോറൂണ് ആവാറായി. അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. ഇതാണ് വിച്ചു. അവൻ നല്ല ഉറക്കാണ്. ഇതാ ഒരാൾ എൻ്റെ മടി കയറി ഇരിക്കുന്നുണ്ട്. അവൾക്ക് പിന്നെ വണ്ടി കയറി ഉറക്കൊന്നുമില്ല. ചേലക്കര എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ എത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. പിന്നെ ആദ്യം ജ്വല്ലറിയിലാണ് കയറിയത്. അവന് തള വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. അതിനുശേഷം ഞങ്ങൾ തുണിക്കടയ്ക്കാണ് പോണത്. അപ്പോൾ കുറച്ച് മഴ കുറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് നികിത അങ്ങോട്ട് കൊണ്ടുപോവാണ്. നികിതയുടെ വീട് ചേലക്കരയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് ആ ഭാഗത്തെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കടയിൽ അധികം അങ്ങോട്ട് കളക്ഷൻസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ആൺകുട്ടിക്ക് ഞാനങ്ങനെ ആദ്യമായിട്ട് എടുക്കണത്, അതുകൊണ്ട് എന്താ ഇങ്ങനെ എടുക്കാമെന്ന് അറിയണ്ടായിരുന്നില്ല. അവസാനം ഞാനിത് സെലക്ട് ചെയ്തു. ഇത് എനിക്ക് ഇഷ്ടമായി, കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നികിത എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അതിനുശേഷം വിച്ചുക്കുട്ട അത് അവിടെ ഉണർന്നിരിക്കുന്നുണ്ട്. അവൻ ഞങ്ങൾ മാവേലി സ്റ്റോറിക്കും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവൻ മൊത്തത്തിൽ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ എന്ന രീതിയിൽ. എല്ലാം കൂടി കണ്ടപ്പോൾ അവന് ആകെ എന്താണെന്ന രീതിയിൽ നോക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ കണ്ണട നേരാക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങാൻ കയറി. പിന്നെ ഞങ്ങൾ അപ്പോഴേക്ക് സമയമായിട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. ബിരിയാണി തീരെ നന്നല്ലായിരുന്നു. വെറും മഞ്ഞ ചോറ് എന്ന രീതിയിലായിരുന്നു. വിശപ്പുള്ളതുകൊണ്ട് കുറച്ച് കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു കേക്ക് കടയിൽ നിന്ന് ഞങ്ങൾ കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചപ്പോൾ കുറച്ച് ഹാപ്പിയായി, കുഴപ്പമില്ലല്ലോ എന്ന രീതിയിൽ. അപ്പോൾ ശരി, ബൈ.